വേലുത്തമ്പി ദളവ 1765 1809 ധീര രക്തസാക്ഷി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ച അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് പുരാതന ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ഇത് ചിത്രവധക്കൂട്. മനുഷ്യനെ കുറ്റം ചെയ്യുന്നവരെ പണ്ട് ശിക്ഷിച്ചിരുന്ന വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു സാധനമാണ് ചിത്രവധക്കൂട്. പണ്ടത്തെ വാളും പരിചയും, തന്തുണി, നലുങ്ക്, പുല്ലാങ്കുഴൽ, അണക്കിക്കല്ല്, മുണ്ട, ഗോകർണം, ഇതൊക്കെ പഴയ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. ചിലമ്പ്, ഇഷ്ടികയച്ച്, അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റങ്ങളായതല്ല. പിന്നെ പഴയ നാഴി, ചങ്ങഴി, ഇടങ്ങഴി, മുളനാഴി, ഗ്രന്ഥപ്പെട്ടികൾ, കുന്തങ്ങൾ, വാളുകൾ, സകല കാര്യങ്ങളുണ്ട്. പീരങ്കി. ഇവിടെ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ അനുവാദമുണ്ട്. നേരത്തെ ഞാൻ വന്ന സമയത്ത് ഇവിടെ ഫോട്ടോ എടുക്കാൻ അനുവാദം ഇല്ലായിരുന്നു. ചിത്രവധക്കൂടെന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യനെ കുറ്റം ചെയ്തവരെ വധിക്കുന്ന ഒരു ശിക്ഷാരീതിയായിരുന്നു ആ കാലത്ത് നിലവിൽ നിന്നിരുന്ന. അനീതിക്കെതിരെ മഹാരാജാവിൻ്റെ പല്ലക്കിൽ സഞ്ചരിക്കുന്ന കാര്യക്കാരൻ ജയന്തൻ നമ്പൂതിരിയെ തടയുന്നു വേലുത്തമ്പി ദളവ. എന്നും അജയൻ, ശത്രുവിൻ്റെ മുമ്പിൽ കീഴടങ്ങാതെ സ്വയം വീരമൃത്യു വരിക്കുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ. പഴയ കൊട്ടാരങ്ങളാണ് ഇതൊക്കെ. തലക്കുളത്ത് ഭവനം, വേലുത്തമ്പി ദളവ ജനിച്ച സ്ഥലം. പത്മനാഭസ്വാമി ക്ഷേത്രം, കുണ്ട്രവിളംബര സ്മാരകം,